ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വലിയ വീഡിയോ ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ 100ാമത്തെ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പോൾ മറ്റേ ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡ് പോയത്. അപ്പോൾ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സത്യത്തിൽ എനിക്ക് ഇതിനു മുന്നേ വേറൊരു ചാനലുണ്ടായിരുന്നു, കോർണർ കിടുമെന്ന് പറഞ്ഞ തന്നെ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചാനൽ. അപ്പോൾ അതിൻ്റെ അകത്തിട്ട ഫസ്റ്റ് വീഡിയോ മറ്റേ നമ്മുടെ ഫസ്റ്റ് എഫ്സിക്ക് ടെയിൽ ടേഡ് സെറ്റ് ചെയ്യണ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ആ ചാനലിട്ടപ്പോൾ അത്യാവശ്യം റീച്ച് കയറിയായിരുന്നു. ഏതാണ്ട് 5K സംതിങ് വ്യൂസ് കയറിയായിരുന്നു. ആ ചാനൽ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അത് ഞാൻ അങ്ങനെ അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെയും വീഡിയോസൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ആ ചാനൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് തുടങ്ങിയ ചാനലാണ് ഈ കോർണർ കിഡ് എന്ന് പറയുന്നത്. ഇത് ഈ ചാനൽ തുടങ്ങിയാണെങ്കിൽ ഓടുത്തരാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ മറ്റേ എവിടെയായിരുന്നു, അയ്യോ സ്ഥലത്തിൻ്റെ പേരിനായിരുന്നു, ഒരു നമ്മുടെ ഈ ചാനൽ ഫസ്റ്റ് ഇട്ട ഒരു ട്രാവൽ വ്ളോഗില്ലേ, ട്രാവൽ വ്ളോഗ് എന്ന് പറയണത്. അത് എവിടെയായിരുന്നു, പാഞ്ചാലിമേട്. അത് തന്നെ. ഗൈസ്, നമ്മൾ പാഞ്ചാലിമേട് പോയപ്പോഴത്തേക്കും മോളിൽ കയറണ വഴി ഞാൻ ചുമ്മാ ഒരു വ്ളോഗ് പോലെ ഒരു വീഡിയോ എടുത്ത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് വ്ളോഗാക്കി ഇട്ടതാണ്. അതാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോ, ഈ ചാനൽ നമ്മളെ ഫസ്റ്റ് ഇട്ട വീഡിയോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായി ഇടാൻ തുടങ്ങി. പിന്നെ അതിൽ ഒരു ഷോട്ടൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ 100ാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ 101ാമത്തെ വീഡിയോ ആണ്. 101ാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 2200 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ വ്യൂസും അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളൂടെ ഒന്നുകൂടെ നല്ലോണം ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയാക്കാം ചാനലിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മളെ എത്രാമത്തെ വണ്ടിയാണ്, 4ാമത്തെ വണ്ടിയാണ്, 5ാമത്തെ വണ്ടിയാണ്ടൊക്കെയാണ് ഗൈസ്. ആദ്യം നമുക്കൊരു FC ഉണ്ടായിരുന്നു, മറ്റേ സാറ എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. അപ്പോൾ അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് കൊടുത്തിട്ട് ഒരു പാഷൻ പ്രോ എടുത്തിട്ട് അത് കുറച്ച് ഒരു 1.5 മാസമൊക്കെ കൊണ്ടുവന്നു. അതുകൊണ്ട് വന്നപ്പോൾ എനിക്ക് മടുത്ത് ഗൈസ്. പവർ ഭയങ്കര FC ഓടിച്ചിട്ട് എന്താണ്ട് പോലെ ശോകം തോന്നി. അത് വിറ്റ് പിന്നെ ഞാൻ നമ്മളെ മറ്റേ പഴയ FC തന്നെ തിരിച്ചെടുത്ത്. അത് കൊടുത്തിട്ടായിരുന്നു ഗൈസ്. അതെടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ വന്നപ്പോഴത്തേക്കും അതും മാറ്റണമെന്ന് തോന്നി. അത് മാറ്റി പിന്നെ വേറൊരു FC എടുത്ത് ഗൈസ്. ഒരു മറ്റേ FC നമ്മൾ കഴിഞ്ഞ NS എടുക്കാൻ വേണ്ടി കൊടുത്ത FC അതെടുത്തിട്ട് അതും കൊണ്ട് കുറേ നാൾ നടന്ന് നമ്മൾ ട്രിപ്പൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി എനിക്ക് ബൈക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരേ പവറിൽ തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി. എങ്ങനെയാണ് അത് നമ്മൾ വിറ്റിട്ട് ആദ്യമായിട്ടൊരു NS എടുക്കണത്. മറ്റേ എൻ്റെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും ഈ CC കൂടിയ വണ്ടി എടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് മാത്രം FC, ബാക്കി എല്ലാവർക്കും നല്ല അത്യാവശ്യം പവറുള്ള വണ്ടിയുണ്ട്. അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണ് മറ്റേ NS എന്ന് പറയുന്നത്, നമ്മുടെ പച്ച NS. അത് ബ്ലാക്ക് ആയിരുന്നു, അത് നമ്മൾ പണിത് പച്ചയാക്കി. അതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അത് പണിതതും പിന്നെ അതിൻ്റെ ഫുൾ കാര്യങ്ങളും പറഞ്ഞ് അത് നമ്മൾ 22 രൂപയ്ക്ക് എടുത്ത വണ്ടിയാണ് കേസ്. അപ്പോൾ ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് നമ്മൾ A to Z പണിത്. എൻജിന് പണിയില്ലായിരുന്നു, എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം മാറി, ഫുള്ള് മാറിയതാണ് കേസ്. അതിൻ്റെ സ്റ്റിക്കറാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അതെല്ലാം മാറി ഫുള്ള് പണിത്. അത് നമ്മളങ്ങനെ സെയിൽ ചെയ്തത്. അത് നമ്മൾ 52 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ട് അടുത്തടുത്ത വണ്ടിയാണ് കേസ് ഇത് NS. അത് പിന്നെ ഞാൻ NS തന്നെ എടുത്തത്. ഇതിൻ്റെ ഡോമിനോറിൻ്റെ ഹെഡ്ലൈറ്റ് കണ്ടാണ് എടുത്തതാണ് കേസ്. അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതിപ്പോൾ നമ്മളെന്തായാലും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇത് സെയിൽ ചെയ്തിട്ട് ഞാൻ ഒരു സെൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ചിലപ്പോഴേ സെൻ എടുക്കത്തുള്ളൂ. പിന്നെ ഒരു RS 200 ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഫിനാൻസ് റെഡി ആയില്ല. അത് കാരണം ഞാൻ ആ വണ്ടി മോഹം അങ്ങ് ഉപേക്ഷിച്ചത്. ചിലപ്പോൾ ഞാൻ അത് തന്നെ എടുക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് വെച്ച് അത് തന്നെ എടുക്കാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേസ്. അപ്പോൾ ഈ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 101ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം കേസ്. നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേസ്. അപ്പോൾ ബൈ, ശരിയെന്നാ.